ഇന്ന് ഇടിച്ചക്ക മസാലക്കറി ഉണ്ടാക്കാം. ചക്ക വേവാനുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പുമിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ചാൽ മതി. 1½ ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് 1½ മുറി സവാള ചേർത്ത് ഇളക്കി. അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് 1 ടീസ്പൂണുണ്ട്, അതിട്ടിളക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവയൊക്കെ മാറിയിട്ടുണ്ട്, സവാളയും നല്ലതായിട്ട് വരണ്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാലയും ചേർത്ത് 1 ടീസ്പൂണാണ് ഗരം മസാല ഞാൻ എടുത്തിരിക്കുന്നത്. 1 തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി കൂട്ടി കഴിച്ചാലോ? എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.